സ്നേഹയുടെ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഈ ചാനൽ തുടങ്ങിയിട്ട് ഒരു മാസം പിന്നിട്ടിരിക്കുന്നു. 1000 സബ്സ്ക്രൈബേഴ്സ് എന്ന ഒരു വലിയ ദൗത്യം നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. അതിനെല്ലാം നിങ്ങളോട് എല്ലാവരോടും ഏറ്റവും സ്നേഹത്തോടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ്. തനി നാടൻ രീതിയിലാണ് അത് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. പഴമയുടെ രുചി അതൊന്ന് വേറെ തന്നെയാണ്. മൺചട്ടിയിൽ കല്ലിൽ ചതച്ചെടുത്ത് പ്രിപ്പയർ ചെയ്യുന്ന വിഭവങ്ങളുടെ രുചി നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാവുന്നതിലും മേലെയാണ്. തനി നാടൻ രീതിയിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി നമുക്ക് റെഡിയാക്കിയാലോ? എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? സ്നേഹയുടെ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. തനി നാടൻ രീതിയിലുള്ള ചിക്കൻ വരട്ടിയത് റെഡിയാക്കുവാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ്: 1/2 കിലോ ചിക്കൻ, മുളക്, മഞ്ഞൾപ്പൊടി, ഉപ്പ് എന്നിവ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് നേരം ഇങ്ങനെ വെച്ചതാണ്. നന്നായിട്ട് മിക്സ് പിടിക്കണം. മുളക്, ഉണക്കമുളക് ചതച്ചെടുത്തത് ആവശ്യത്തിന് യൂസ് ചെയ്യാൻ. ഒരു 30 ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തു വച്ചിരിക്കുന്നത്. ഇത് കല്ലിൽ ചതച്ചെടുക്കണം. ആവശ്യത്തിന് യൂസ് ചെയ്യാൻ ഉപ്പ്, മഞ്ഞൾപ്പൊടി, കറിവേപ്പില. വെളിച്ചെണ്ണയിലാണ് ഞാനിത് കുക്ക് ചെയ്യുന്നത്. വെളിച്ചെണ്ണ യൂസ് ചെയ്താൽ ടേസ്റ്റ് വളരെയധികം കൂടും. നമുക്ക് ഈ ചെറിയ ഉള്ളി ഈ കല്ലിലൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ചെറിയ ഉള്ളി യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. ടേസ്റ്റ് വളരെയധികം കൂടും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പോകുന്നത്. ഉള്ളി കംപ്ലീറ്റ് ആയിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. തനി നാടൻ രീതിയിൽ ചെയ്യുന്നത് കൊണ്ട് ഒരു മൺചട്ടിയാണ് ഞാൻ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത്. ഗ്യാസ് സ്റ്റവ് ഓൺ ചെയ്യാം. അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ ചിക്കൻ്റെ പീസ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഓരോ ചിക്കൻ്റെ പീസ് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഫ്രൈ ചെയ്യുന്നത് ചിക്കൻ ഉടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ്. കറിക്ക് കൂടുതൽ ടേസ്റ്റും കിട്ടും ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ. പാനൊന്നും യൂസ് ചെയ്യാത്തത് കൊണ്ട് മൺചട്ടിയിൽ തന്നെ ഇത് ചെയ്യുമ്പോൾ രുചി ഒരു വേറെ ലെവൽ തന്നെ ആയിരിക്കും.
നമ്മുടെ ചിക്കൻ ഒത്തിരി ഫ്രൈ ആയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്. നമുക്കിനി അത് ഒരു ബൗളിലേക്ക് മാറ്റാം. എപ്പോഴും നമ്മൾ പാനിൽ തന്നെയല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. വല്ലപ്പോഴെങ്കിലും ഇങ്ങനെ തനി നാടൻ രീതിയിലൊന്ന് ചെയ്ത് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും. എന്നും ചിക്കൻ യൂസ് ചെയ്ത് ഒരേ തരത്തിൽ കുക്ക് ചെയ്യാതെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ചെയ്യുമ്പോൾ അത് വളരെ നല്ലതായിരിക്കുള്ളൂ. ഈ ഓയിലിൽ തന്നെ നമുക്ക് ഈ ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനും സ്റ്റാർട്ടേഴ്സിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണിത്. ഉള്ളി ഒന്ന് കളർ മാറി വന്നിട്ടുണ്ട്, ഒത്തിരി ഫ്രൈ ആയിട്ടില്ല. ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. മറ്റു മസാലകളൊന്നും യൂസ് ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിൽ തന്നെ മിക്സിയിൽ ചതച്ചെടുത്ത ഇടിമുളകും മഞ്ഞളും ഉപ്പും അത്രയും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. തനി നാടൻ ടേസ്റ്റ് കിട്ടാൻ വളരെ നല്ല ഇതാണിത്. ഇത് ഞാനൊരു 3 സ്പൂണാണ് ഇടിമുളക് ചേർത്ത് കൊടുക്കുന്നത്. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയും ഞാൻ ഫസ്റ്റ് ചിക്കൻ മിക്സ് ചെയ്ത് വെച്ചപ്പോഴേക്കും നന്നായിട്ട് ചേർത്തിരുന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ അല്പം ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. വരട്ടിയതായതുകൊണ്ട് വെള്ളമൊന്നും യൂസ് ചെയ്യുന്നില്ല. ചിക്കൻ എങ്ങനെ വെച്ചാലും കഴിക്കാൻ എല്ലാവർക്കും വളരെ ഇഷ്ടമാണ്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു ഗസ്റ്റ് വന്നാൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ വിഭവമാണ്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ വരട്ടിയത് റെഡിയായിട്ടുണ്ടാകും. ഏകദേശം 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ അടിപൊളി തനി നാടൻ ചിക്കൻ വരട്ടിയത് റെഡി ആയിട്ടുണ്ട്. അസാധ്യ ടേസ്റ്റാണ്. നമുക്കിത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
കൂടെ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ തനി നാടൻ ചിക്കൻ വരട്ടിയത് ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും കഴിക്കാൻ പറ്റിയ ഒരു ബെസ്റ്റ് കോമ്പിനേഷനാണിത്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിശ്വസിക്കുന്നു.